പ്രിയമുള്ളവരെ, ഞാൻ 3-4 ദിവസത്തിന് മുമ്പ് ഒരു AP ഉസ്താദിൻ്റെ കേരള യാത്രയെ പറ്റിച്ച് ഒരു വീഡിയോ ഇട്ടു. ആ സമയത്ത് ഒരു കമൻറ്റ് വന്നതും അതേ വ്യക്തി എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കൂടെയും ചോദിച്ച ചോദ്യമുണ്ട്, SSFനെ പറ്റിച്ച് എന്തെങ്കിലും അറിയുമോ, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമോ. SSF സംഘടനയെ പറ്റിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ. എന്നാൽ SSF സംഘടനയിൽ ഞാൻ മെമ്പർഷിപ്പ് ഇല്ല. എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. SSF എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു സംഘടനയാണ്. ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു സംഘടനയാണെങ്കിലും നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവന്മാരൊരു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വഭാവം കാര്യങ്ങളാണ്. ചില ആൾക്കാർ സ്വഭാവം നല്ലില്ലെങ്കിലും SSFിൽ പോയിട്ട് ഒരുപാട് നിസ്കാരവും ദീനിയും കാര്യങ്ങളും വർത്താനവും അതൊക്കെ അവിടെ നിന്ന് കിട്ടിയ ക്ലാസ്സിലാണ്. എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, SSFിൽ അവൻ ചെന്നപ്പോൾ ആദ്യം പഠിപ്പിച്ചിട്ട് പാടുന്ന പറയുമ്പോഴത്തേക്ക് ആരെയും അറ്റകുറ്റ പറയരുതെന്ന്. സംഭവം പറയുമ്പോഴത്തേക്ക് ഫിത്തിന പസാദോ ഇല്ലാത്ത കാര്യങ്ങളോ കളിയാക്കി പറയരുത്, അതൊക്കെയാണ് ആദ്യം പഠിപ്പിച്ചതെന്ന്. രണ്ടാമത് പഠിപ്പിക്കുന്ന അവന്മാർ ദീനപരമായിട്ടുള്ളതും പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ഒരു അന്യമതത്തിൻ്റെ അടുത്ത് ഒരിക്കലും വർഗീയത പറയരുത്, വർഗീയത സംസാരിക്കരുത്, ഒരിക്കലും നമ്മൾ പറയരുത്. അന്യമതക്കാരെ തോലോട് തോല് നിർത്തണം, നല്ല സുഹൃത്തായിരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതിന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മൊയിലാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേറെ ജനങ്ങളാണുള്ളത്. ജനങ്ങൾ മീൻസ് എന്ന് പറയുമ്പോൾ മൊയിലാക്കന്മാരല്ല, നാട്ടുകാരും ചെറുപ്പക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓട്ടോമാറ്റിക്കലി സ്വഭാവം നന്നാവും SSF എന്നുള്ളൊരു സംഘടനയിൽ ചേർന്നാൽ. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ഇതൊരു മെമ്പർഷിപ്പ് എടുക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റർടൈൻമെൻറ്റൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നൊരു വ്യക്തിയാണ്. എന്നാൽ എന്നെക്കൊണ്ട് അറിയുന്നത് പറയുന്നത്. പിന്നെ പറയുമ്പോഴേക്ക് അതിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ടും ഇങ്ങനെ നല്ല ഉയർന്ന സ്ഥാനത്തിലും ആ ഒരു SSF എന്നുള്ളൊരു സംഘടനയെ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഷെയ്ഖ് എന്നറിയുന്ന ഷെയ്ഖുന എന്നെല്ലാവരും ഓമന പേര് വിളിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ്. എന്നാലും ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നമുക്കറിയാം 1975 മുതൽ 2005 വരെ ഓഡിയോ കാസറ്റ് ഒന്ന് അടുക്ക് വരിച്ച ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആരാ? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. ഓരോരു വീട്ടിൽ അടക്കി വെച്ച ഓരോ വീട്ടിൽ ഒരു 10 കാസറ്റെങ്കിലും ഉണ്ടായിരുന്നു. ആ ഒരു പണ്ഡിതൻ SSF സംഘടനയിലുള്ളതാണ്. അങ്ങനെ ഒരുപാട് നല്ല പണ്ഡിതന്മാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് പറയുമ്പോഴത്തേക്ക് SSF സംഘടന പറയുമ്പോഴത്തേക്ക് ഒരു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിച്ചുള്ളൂ. അതിനുപരി കേരള സംസ്ഥാനം അല്ലാത്ത ഹരിയാനയിലും പിന്നെ കൊൽക്കത്തയിലും ഗുജറാത്തിലൊക്കെ ഒരുപാട് പാവങ്ങൾക്ക് നല്ല വീടും വിദ്യാഭ്യാസവും പള്ളിയില്ലാത്ത പള്ളിയും ഒരുപാട് വീഡിയോ കാണിച്ചിരിക്കും. അതൊക്കെ യഥാർത്ഥത്തിൽ നല്ലൊരു സംഘടനയാണ്. ആദ്യം നോക്കുന്നത് ഒരു വിശപ്പ്. ആ വിശപ്പിന് ആർക്കും മതം നോക്കില്ല. അവന്മാർ മതം ഒരു വിഷയമല്ല. അന്നമില്ലാത്തതിൻ്റെ അന്നം എത്തിച്ചു കൊടുക്കുന്നതാണ്. പള്ളിയില്ലാത്തവരുടെ പള്ളി കിട്ടുന്നതാണ്. ഒരു നാട്ടിൻപുറത്ത് റോഡ് എത്തിക്കുന്നതാണ്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഘടനയാണ്. സംഘടന പറയോ ഇല്ല എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പം മുമ്പ് പറയും, എനിക്കുന്നത് അറിയില്ല. നല്ലൊരു കാര്യങ്ങളെ ഞാൻ കാഴ്ചയിൽ കണ്ടിട്ടുള്ളൂ. അതുമാത്രമല്ല പൊളിറ്റിക്സ് ആയിട്ട് നല്ലൊരു ഇമേജ് ഉള്ളതാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്സുകാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ SSFകാർ തോക്കുന്ന് പറഞ്ഞാൽ പിന്നെ മുന്നിപ്പിക്കുന്ന പറഞ്ഞാൽ അത് തോറ്റിരിക്കും. കാരണം പറയുമ്പോഴത്തേക്ക് അവന്മാർക്ക് ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു MLന് ഒരു പൊളിറ്റിക്സ് ആൾക്കാരെ വെറുതെ ദ്രോഹിച്ചത് അവർ ചരിത്രത്തിലില്ല. സഹിക്കറ്റാൻ മാത്രം അവന്മാർ ഇറങ്ങിയ പിന്നെ തോറ്റു. അത് ഏതൊരു പാർട്ടിക്കാരായാലും ശരി. അതുകൊണ്ട് മുമ്പത്തെ പോലെ ഒന്നല്ല. വീണ്ടും പറയുമ്പോഴത്തേക്ക് ഓരോരു ഇപ്പോൾ വളർന്നു വരുന്ന ഓരോരു ഉസ്താദുമാരും മൊയിലാക്കന്മാരും ഒക്കെ ദീനപരമായിട്ട് മാത്രമല്ല നല്ലൊരു അഡ്വക്കേറ്റും ഡോക്ടറും എഞ്ചിനീയറും എല്ലാം ആയി വരുന്ന ഒരു ആൾക്കാരാണ്. എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് കേരളത്തിൽ കൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ സിറ്റിയിലെ നോളേജ് സിറ്റിയൊക്കെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. അതും പറയുമ്പോഴത്തേക്ക്
പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറയുന്നത് ഒരു ലോകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു സംഘടനയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. SSF എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു സംഘടനയായിട്ടാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് തെറ്റുണ്ടാവും, ശരിയുണ്ടാവും. അപ്പം തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം, ചീത്ത ഒന്ന് പറഞ്ഞേക്കല്ലേ. പിന്നെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.